അങ്ങനെ ടോവിനോ തോമസ് പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത പള്ളിച്ചട്ടമ്പി ഇന്നിപ്പോൾ കണ്ടു. ഒരു പീരിയഡ് ഡ്രാമ, അതായത് 1930കളിൽ തുടങ്ങി പിന്നീട് 60-70 തോന്നുന്നു അങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നൊരു പീരിയഡ് ഡ്രാമയാണ്. അതിലെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയിമില്ലാത്ത തിരക്കഥ. എന്താണ് പള്ളിച്ചട്ടമ്പി പറയാൻ ഉദ്ദേശിച്ചതെന്ന് നമ്മൾ വെടിപ്പായിട്ട് പറയാൻ നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതിയ സുരേഷ് ബാബുവിന് അവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് തുടങ്ങുമ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ അധിനിവേശവും അതിനെ ചെറുത്ത് നിൽക്കുന്ന പണ്ടത്തെ ഒരു കൂട്ടം ഗ്രാമങ്ങളുടെയും കഥയായിട്ടാണ് തുടങ്ങുന്നത്. അതിനായിട്ട് അവർക്കൊരു ചട്ടമ്പിയെ വേണം. അതായത് ക്രിസ്റ്റഫർ എന്നൊക്കെ വിളിപ്പേരിട്ടൊരു ചട്ടമ്പീനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു കൂട്ടം ഒരു പള്ളിയിലച്ഛനും അവിടുത്തെ ഒരു ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ശ്രമിക്കുന്നതായിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന ചട്ടമ്പിയാണ് നമ്മുടെ ടോവിനോ. അങ്ങനെ തുടങ്ങുന്ന സിനിമ പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും നമ്മുടെ സ്ഥിരം റെട്രോ, കാന്താര ഇതിലൊക്കെ കാണുന്ന പോലെ നാട്ടുകാർ ഒരുമിക്കുന്നു, എന്നിട്ട് തങ്ങളെ സുരക്ഷ ചോദ്യം ചെയ്യാൻ വരുന്നവരെ അടിച്ചോടിക്കുന്നു. ഇതാണ് അവസാനം. എന്നിട്ട് പിന്നെ ബാഹുബലിയുടെ കാലം തൊട്ടുള്ള സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ത്രെഡും കൂടെ ആയിട്ട് അവസാനിപ്പിക്കുന്നു. അപ്പം അങ്ങനെയാണ് പള്ളിച്ചട്ടമ്പിയുടെ ഒരു നമ്മുടെ പാത്വേ. ഇനിയിപ്പോൾ ഇതിലെ പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ ടൊവിനോ 100% വെടിപ്പായിട്ട് തൻ്റെ റോൾ ചെയ്തിട്ടുണ്ട്. ആ ചട്ടമ്പി ഫിഗറിൽ പുള്ളി നന്നായി എക്സൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ സ്ലാങ്ങും ഇമോഷൻസൊക്കെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി അഭിനേതാക്കളും ഇതിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ കേമിയോ ആണ്. പക്ഷേ ആ ഒരു പൃഥ്വിരാജ് അഭിനയിക്കുന്നു എന്ന എക്സൈറ്റ്മെൻറ്റിനപ്പുറം പ്രത്യേകിച്ചൊരു അതും കേമിയോ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള റോൾ തന്നെയാണ്. എന്നാൽ പൃഥ്വിരാജിനെ കൊണ്ടുവരേണ്ട ഒരു ഗ്രാവിറ്റി ഉള്ള റോളാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ ആ ഗ്രാവിറ്റി സിനിമയെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ നമ്മുടെ കയാതു ലോഹർ, പുള്ളിക്കാരി പുഷ്പയിലെ ശ്രീവല്ലിയെ പോലെ അത്ര അനാവശ്യ കഥാപാത്രമായിട്ട് തോന്നിയില്ല. സ്ക്രിപ്റ്റിൽ വളരെ പ്രാധാന്യമുള്ള കഥാപാത്രമാണ്. പക്ഷേ ഡബ്ബിങ് വളരെ മോശമായിരുന്നു. അത് ഒരു മലയാളി കമ്മ്യൂണിസ്റ്റ് വനിതയായിട്ട് അഭിനയിക്കാൻ കയാതു ലോഹറിനെ കൊണ്ടുവന്ന തന്നെ ആദ്യത്തെ മിസ്റ്റേക്കായിട്ടേ പറയാൻ പറ്റൂ. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കൊക്കെ പാട്ടുകൾ കൊള്ളായിരുന്നു, പക്ഷെ സ്കോർ അത്ര നന്നായി തോന്നിയില്ല. ഫൈറ്റ് കോറിയോഗ്രഫി, മേക്കിംഗ്, ടെക്നിക്കൽ സൈഡൊക്കെ അത്ര മോശമല്ല, വളരെ നന്നായിരുന്നു. പക്ഷേ എന്നാലും മൊത്തത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ തരത്തൊരു സിനിമയായിരുന്നു പള്ളിച്ചട്ടമ്പി. ഇതിൽ നായികയെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സീനുണ്ട്. അത് വളരെയധികം അരോചകമായി മോശമായി എഴുതപ്പെട്ട വെരി ബാഡ് സീനായിരുന്നു.